ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്തുതിക്കിൻ്റെ അധ്യായത്തിലെ 5-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വസാൻ നബിയ്യു മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാം, അംബിയാക്കളിൽ നിന്ന് ഒരു നബി യുദ്ധം ചെയ്തു. ഫഖാല ലിഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞു, ലാ യത്ബഅനി റജുലുൻ മലക ബുദഇൻ ഇംറാത്തിൻ, ഒരു പുതിയ പെണ്ണിനെ സ്വീകരിച്ച ഒരാൾ എൻ്റെ കൂടെ വരരുത്. ഒരു പെണ്ണ് കെട്ടിയ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ആൾ എൻ്റെ കൂടെ വരണ്ട യുദ്ധത്തിന് പോകുമ്പോഴേ. വഹുവ, അയാൾ യുരീദു അൻ യബ്ന ബിഹാ, ആ സ്ത്രീയിൽ ശാരീരിക ബന്ധത്തിന് ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും അവൻ്റെ മനസ്സുണ്ടാവുക. വലമ്മ യബിനി, എപ്പോഴാണ് അവളുമായി ഞാൻ ഇണചേരുക എന്നാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. അതുപോലെ വല അഹദുൻ ബനാ ബുയൂത്തൻ, വീടിൻ്റെ പണി തുടങ്ങി, അതിൻ്റെ വലം യർഫഉ സുഖൂഫഹ, അതിൻ്റെ മേൽക്കൂര പൂർത്തിയായിട്ടില്ല, അത് ഉയർത്തിയിട്ടില്ല, ഇനി മുകൾ ഭാഗം വാർക്കാനുണ്ട് അല്ലെങ്കിൽ ഓടുമേയാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരാളും എൻ്റെ കൂടെ വരണ്ട. അദ്ദേഹവും മനസ്സിൽ വെക്കുന്നത് എപ്പോഴാണ് ഇതിൻ്റെ മേൽക്കൂര വാർക്കുക എന്ന പ്രതീക്ഷയോടുകൂടെയാണ്. വല അഹദുൻ, മറ്റൊരാളും തുടരുത്. ഇഷ്തറ വനമ, അദ്ദേഹം ഒരു ആടിനെ വാങ്ങി. ഔ ഖലിഫാത്തിൻ വഹുവ യൻതളിറു ഔലാദഹ, അത് ഗർഭിണിയാണ്. ഒരു ആടിനെ വാങ്ങിയിട്ട് ഗർഭിണിയായ ആട് അത് എപ്പോഴാണ് അതിൻ്റെ പ്രസവത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. വഹുവ യൻതളിറു ഔലാദഹ, അതിൻ്റെ വലതിൻ്റെ പ്രതീക്ഷ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഫഖസ, അങ്ങനെ യുദ്ധം പുറപ്പെട്ടു. ഫദന മിനൽ ഖറിയ സ്വലാത്തൽ അസ്രി, അസറിൻ്റെ സമയത്ത് അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തി. അവ ഖരീബൻ മിൻ ദാലിക, അല്ലെങ്കിൽ അസറിനോട് അടുത്ത സമയത്തെത്തി. ഫഖാല ലിശംസി, സൂര്യനോട് പ്രവാചകർ പറഞ്ഞു, ഇന്നിക്ക് മഅ്മൂറുൻ, നീ കൽപ്പിക്കപ്പെട്ടവനാണ്. വ അന മഅ്മൂറുൻ, ഞാനും കൽപ്പിക്കപ്പെട്ടവനാണ്. നീയും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, ഞാനും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അള്ളാഹു മഹ്ബിസ്ഹ അലയ, അള്ളാഹുവെ ആ സൂര്യനെ പിടിച്ചു വെക്കണം, കാരണം അസറിൻ്റെ സമയമാണ്, നിസ്കരിക്കണമല്ലോ. ഫഹബിസത്ത്, അങ്ങനെ അതിനെ പിടിച്ചു വെച്ചു. ഹത്താ ഫതഹല്ലാഹു അലൈഹി, അള്ളാഹു അവർക്ക് വിജയം കിട്ടുന്നത് വരെ. സൂര്യൻ അങ്ങോട്ട് നീങ്ങാതെ അള്ളാഹു അവർക്ക് വേണ്ടിയിട്ട് പിടിച്ചു വെച്ചു. അവർക്ക് ആ വിജയത്തിൽ, ആ യുദ്ധത്തിൽ ഉന്നത വിജയം ലഭിച്ചു. ഫജമഅൽ ഗനായിമ, അങ്ങനെ അന്നത്തെ ആ ഗനീമത്ത് സ്വത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി. ഫജാഅത് യഅനി അന്നാറ, പഴയകാലത്ത് നബിയുടെ മുമ്പേ ഉള്ള നബിമാർക്കിടയിൽ ഗനീമത്ത് സ്വത്തുകൾ ഹലാലായിരുന്നില്ല. അന്ന് ഗനീമത്ത് സ്വത്തുകളൊക്കെ യുദ്ധം കഴിഞ്ഞാൽ വിജനമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ആകാശത്തിൽ നിന്നൊരു തീക്കോളം വന്ന് അതങ്ങ് ഒരുമിച്ച് കരിച്ചു കളഞ്ഞാൽ അത് റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു ധാരണയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഫജാഅത്ത്, അങ്ങനെ വന്നു. യഅനി അന്നാർ, തീ കരിച്ചു കളയാൻ വേണ്ടി വന്നു. ലിതഅകുലഹ, അത് ഭക്ഷിക്കാൻ. പക്ഷേ വലം തത്ഇമുഹ, അതിനെ ഭക്ഷിച്ചില്ല. എന്തൊരു കുഴപ്പമുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ പ്രവാചകർ അവരോട് പറഞ്ഞു, ഇന്ന ഫീകും ഖുലൂല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതൊരു വഞ്ചകനുണ്ട്, ഒരു ചതിയനുണ്ട്. ആരോ ഒന്ന് അവര് നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരുണ്ട്. അതുകൊണ്ട് ഫൽ യുബായിഅനി മിൻ കുല്ലി ഖബീല, ഓരോ കബീലക്കാരും ഓരോ ഗോത്രക്കാരും എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ബൈഅത്ത് ചെയ്യണം. റജുലുൻ, ഓരോ ആളുകൾ. ഫലസിഖത്ത് റജുലുൻ യദു റജുലിൻ ബിയദി, ആ അതിൽപ്പെട്ട ഒരാളുടെ കൈ പ്രവാചകന്റെ കൈയിനോട് ഒട്ടിപ്പിടിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫീകുമുൽ ഖുലൂൽ, നിങ്ങളിലും ഓരോ കബീലയുടെയും തലവന്മാരല്ല വന്നത്. അപ്പോൾ ആ തലവനോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് വഞ്ചകനുണ്ട്, നിയമവിരുദ്ധമായിട്ട് ചെയ്തവനുണ്ട്. ഫല്യുബായിഅനി ഖബീലതുക, നിങ്ങളുടെ കബീലക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ബൈഅത്ത് ചെയ്യണം. അങ്ങനെ ഫലസിഖത്ത് യദു റജുലൈനി, രണ്ടാളുകളുടെ കൈകൾ ഒട്ടിപ്പിടിച്ചു. ഔ സലാസത്തിൻ ബി, അല്ലെങ്കിൽ 3 പേരുടെ ബിയദിഹി, പ്രവാചകന്റെ കൈകളോട്.
ഫഖാല പറഞ്ഞു ഫീക്കുമുൽ ഗുലൂൽ, നിങ്ങൾ വഞ്ചകന്മാരുണ്ട്, ചതിയന്മാരുണ്ട്, നിയമവിരുദ്ധന്മാരുണ്ട്. ഫജാഊ, അങ്ങനെ അവർ കൊണ്ടുവന്നു ബിറഅസിൻ, ഒരു തല, മിസ്ല റഅസി ബഖറ മിന ദഹബ്, പശുവിന്റെ തലക്ക് സമാനമായിട്ടുള്ള വലിയ ഒരു സ്വർണത്തിന്റെ കട്ടി, സ്വർണത്തിന്റെ ഒരു ഉൽപ്പന്നം അങ്ങോട്ട് കൊണ്ടുവന്നു. ഫവലഅഹാ, അങ്ങനെ അത് കൊണ്ടുവന്നു വെച്ചു. ആ വിജനമായ മരുപ്പറമ്പിൽ വെച്ച് അള്ളാഹുവിന് സമർപ്പിക്കാൻ, ആ തീ കരിച്ചു കളയാൻ അവിടെ വെച്ചു. അങ്ങനെ ഫജാഅത്തിന്നാറു, ആകാശഗോളങ്ങൾക്കപ്പുറത്തിൽ നിന്ന് തീ വന്നു. ഫഅകലതഹ, ആ ഗനീമത്ത് സ്വത്തുക്കളെല്ലാം ഭക്ഷിച്ചു. ഫലം തഹില്ലൽ ഗനായിമു, ഗനീമത്ത് മുതൽ ഹലാലായിരുന്നില്ല ലി അഹദിൻ ഖബലന, നമുക്ക് മുമ്പുള്ള ഒരാൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ മുമ്പുള്ള ഒരാൾക്കും യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ഗനീമത്തിന്റെ സ്വത്ത് ഹലാലായിരുന്നില്ല. തുമ്മ അഹല്ലല്ലാഹു ലനാ അൽ ഗനായിമ, പിന്നെ അള്ളാഹു നമുക്ക് ഗനീമത്തിന് ഹലാലാക്കി തന്നു. ലമ്മാ റഅൽ അഫന, നമ്മുടെ ദൗർബല്യതയും നമ്മുടെ സാമ്പത്തിക പരാധീനതകളും അള്ളാഹു കണ്ടപ്പോൾ, വഅജസന, നമ്മുടെ കഴിവുകേടും, അങ്ങനെ ഇതെല്ലാം അള്ളാഹു മനസ്സിലാക്കിയപ്പോൾ ഗനീമത്ത് കിട്ടുന്ന മുതൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഫഅഹല്ലഹാലാന, നമുക്കത് ഹലാലാക്കി തന്നു. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഹദീസാണിത്.